Hello guys, welcome to our YouTube channel. ഞാൻ അവർണ. This is our first video about our Kashmir trip. അങ്ങനെ ഞാനും വിഷ്ണു ചേട്ടനും കൂടി ഡിസംബർ 20 യാത്ര ആരംഭിച്ചു. ഞങ്ങളുടെ വീടിനടുത്തുള്ള വിനോദ് ചേട്ടനോടൊപ്പമായിരുന്നു യാത്ര. അദ്ദേഹത്തിൻ്റെ ഭാര്യ കവിത ചേച്ചിയും കൂടെ മകൻ ആദ്യം ഉണ്ടായിരുന്നു. 12 സംസ്ഥാനങ്ങൾ കടന്നാണ് ട്രെയിൻ ജമ്മുവിലെത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തെക്കൻ റെയിൽവേ സ്റ്റേഷനായ കന്യാകുമാരി മുതൽ വടക്കേ അറ്റത്തെ സ്റ്റേഷനായ ശ്രീമാതാ വൈഷ്ണോദേവി കത്രയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുന്ന ഇന്ത്യൻ റെയിൽവേയുടെ വീക്ക്ലി എക്സ്പ്രസ് ട്രെയിനാണ് ഹിമസാഗർ എക്സ്പ്രസ്. 73 മണിക്കൂറിൽ ട്രെയിൻ 3790 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ട്രെയിൻ യാത്രയ്ക്കായിട്ട് ഞങ്ങൾ ഭക്ഷണം ചപ്പാത്തി, ലെമൺ റൈസ്, ഫ്രൂട്ട്സ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. നമ്മുടെ വൈബുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഗെയിംസ് കളിച്ച് കഥകളൊക്കെ പറഞ്ഞ് അടിച്ച് ഒളിച്ച് പോകാമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആക്കിയാണ് പോയത്. ഇത് കൃഷ്ണ നദി റിവർ ബ്രിഡ്ജാണ്. ഇത് വിജയവാഡ ജംഗ്ഷനെയും കൃഷ്ണ കനാൽ ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ നദിയാണ് കൃഷ്ണ നദി. ലോ ബജറ്റ് ട്രിപ്പ് നോക്കുകയാണെങ്കിൽ ട്രെയിനാണ് നല്ലത്. പിന്നെ സ്ലീപ്പറോ എ സിയോ ആകാം. ജമ്മുവിലോട്ട് AC കോച്ചിലും തിരിച്ച് സ്ലീപ്പറിലുമാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ട്രെയിനിൽ സ്പെൻഡ് ചെയ്യണമെന്ന് വരും, എന്നാലും യാത്രയ്ക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു, ജമ്മു കാശ്മീർ. ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു, നല്ല തണുപ്പ് തുടങ്ങി. ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടു. പിന്നെ ഇവിടെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കാണുന്നുണ്ട് ജമ്മു താവിയിൽ. എന്നാൽ ശ്രീനഗറിൽ തണുപ്പായതുകൊണ്ട് കുട്ടികളൊന്നും സ്കൂളിൽ പോകുന്നില്ല. അവർക്ക് ഈ ടൈം ഡിസംബർ ടൈമൊക്കെ വെക്കേഷനാണ്. ജമ്മു താവിൽ നിന്ന് ശ്രീനഗറിലോട്ട് 297 കിലോമീറ്റർ ഉണ്ട്. ഒന്നെങ്കിൽ ബനിഹാലിൽ നിന്ന് ട്രെയിനിന് പോകാം, അല്ലെങ്കിൽ ടാക്സി പോകാം. പെർ ഹെഡ് 500 ടാക്സിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കാഴ്ചയൊക്കെ കാണാം, വാലീസൊക്കെ കണ്ടു. പിന്നെ ശ്യാം പ്രസാദ് മുഖർജി ടണലിലൊക്കെ കയറി അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുപോകും. അല്ലാതെ ട്രെയിനാണെങ്കിൽ പിന്നെയും ടയേർഡാവും, അവിടെ സമയത്തിന് എത്തിയില്ലേ പ്രശ്നമാകും. ജമ്മു കാശ്മീർ UTയുടെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ. കാശ്മീർ താഴ്വരയുടെ മധ്യഭാഗത്തായി ജലം നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ജില്ല 4 ജില്ലകളാലും ലഡാക്ക് UT പ്രദേശങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1585 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൂന്തോട്ടങ്ങൾ, തടാകങ്ങൾ, ഹൗസ് ബോട്ടുകൾ എന്നിവയ്ക്ക് ഈ നഗരം പ്രശസ്തമാണ്. ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലോട്ടുള്ള യാത്രയാണിത്. അങ്ങനെ ഫസ്റ്റ് ടൈം മഞ്ഞ് കണ്ടു. താഴ്വര നിറയെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം. നല്ല പൈൻ മരങ്ങളും കാണാം. അതിമനോഹരമായ കാഴ്ചകൾ എല്ലാം പകർത്തി. വിനോദ് ചേട്ടൻ എക്സ് സർവീസ് ആയതുകൊണ്ട് 3 ഇയേഴ്സ് ജമ്മുവിലുണ്ടായിരുന്നു. പ്രൊട്ടക്റ്റ് ചെയ്ത സോൾജിയർ. അതുകൊണ്ട് ഇവിടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതൊരു വലിയ ഹെൽപ്പായിരുന്നു. വിനോദ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ. ഫ്രണ്ടിൻ്റെ വീട് ശ്രീനഗറിലാണ്. അവിടെ പോയിട്ട് ആ ചേട്ടൻ ഞങ്ങളെ ഗുൽമർഗിലും ബംഗസ് വാലിയിലും ഒക്കെ കൊണ്ടുപോയി. ഇടുന്നതാണ് കാശ്മീർ ഫാമിലി വ്ലോഗ് ഇടുന്നതാണ് ഉടനെ. സമുദ്രനിരപ്പിൽ നിന്ന് 8690 അടി ഉയരത്തിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പീർപഞ്ചൽ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കളുടെ മേട്, ഹാർട്ട്ലാൻഡ് ഓഫ് വിൻ്റർ സ്പോർട്സ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗുൽമർഗ്. അങ്ങനെ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടു. മഞ്ഞിലിറങ്ങി നടന്നു. പിന്നെ മഞ്ഞ് നടന്നപ്പോൾ സൂക്ഷിക്കണമായിരുന്നു, തെന്നുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കാഴ്ചയും. മഞ്ഞിൽ കയറാൻ തോന്നിയാണ്. പിന്നെ ആവേശം കൊണ്ട് ആദ്യം കൈ കൊണ്ട് മഞ്ഞ് വാരിയെടുത്തു. അങ്ങനെ കൈ പൊള്ളി. പിന്നെ ആ മഴയൊക്കെ മാറാൻ കഴിഞ്ഞിട്ട് ഗ്ലൗസ് ഇട്ട് മഞ്ഞിൽ കളിക്കാൻ തുടങ്ങി. ശ്രീനഗറിൽ നിന്ന് നല്ല ദൂരമായിരുന്നു ഗുൽമർഗ്, 80 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തോളൂ. അവിടെ നിന്ന് ഞങ്ങൾ ഡാൽ ലേക്ക് കാണാമെന്ന് വെച്ചു. പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ശ്രീനഗറിൽ വന്ന് ഫുഡ് കഴിച്ച് 3-4 മണിയായപ്പോൾ ഞങ്ങൾ ഡാൽ ലേക്കിൽ
എത്തി. ശ്രീനഗറിൻ്റെ രത്നം എന്നാണ് സഞ്ചാരികൾ സ്നേഹപൂർവ്വം ദാൽ തടാകത്തെ വിളിക്കുന്നത്. ശ്രീനഗറിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. തണുപ്പ് കാലത്ത് ഐസാകുന്ന തടാകമാണിത്. ഈ തടാകം മുഴുവനും ഒരു ഐസ് പാളിയായിട്ട് മാറും. ദാൽ തടാകം എന്നാൽ 3 തടാകങ്ങളുടെ സംഗമ കേന്ദ്രം കൂടിയാണ്. കാശ്മീരിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തടാകവും ദാൽ തടാകമാണ്. 26 ചതുരശ്ര കിലോമീറ്ററായിട്ടാണ് തടാകം വ്യാപിച്ചു കിടക്കുന്നത്. തടാക കാഴ്ചകൾക്ക് പുറമെ ഇവിടെ എത്തിയാൽ നിരവധി കാഴ്ചകൾ കണ്ടു തീർക്കുവാനുണ്ട്. തടാക കാഴ്ചകൾക്ക് പുറമെ ഷിക്കാരിയിലെ യാത്ര, സൺസെറ്റ്, ഒഴുകുന്ന മാർക്കറ്റുകൾ, കുറേ കച്ചവടക്കാരെ കാണാം. പിന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ കാശ്മീരിൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്.